Good morning, dear students. നമ്മൾ ഫിനോൾസ് ആൻഡ് ആൽക്കഹോൾസ് ചാപ്റ്ററിലുള്ള റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾസ്, അതിൻ്റെ പ്രിപ്പറേഷൻ, പിന്നെ അരോമാറ്റിക് ആൽക്കഹോൾ ആയിട്ടുള്ള ഫിനോള്, അതിൻ്റെ റിയാക്ഷൻ പ്രിപ്പറേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ റിയാക്ഷൻസ് ഓഫ് ഫിനോൾസിൽ നെയിംഡ് റിയാക്ഷൻ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻ like Goldschmidt carboxylation, Raymer-Tayman reaction with mechanism, Lieberman's nitroso reaction, അങ്ങനെയുള്ള 3 നെയിംഡ് റിയാക്ഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ്. അതൊരു നെയിംഡ് റിയാക്ഷനാണ്, പേര് ഹോബൻഹോഷ് റിയാക്ഷൻ. അതും പിന്നീട് ഫിനോഫ്തലിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഹേബൻഹോഷ് റിയാക്ഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഹേബൻഹോഷ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു കീറ്റോൺ, അരോമാറ്റിക് ആയിട്ടുള്ള കീറ്റോണെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിയാക്ഷനാണ്. അതിൽ നമ്മൾ സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് നൈട്രൈലാണ്. നൈട്രൈൽ ഇസ് എന്താണ്? സയനോ കോമ്പൗണ്ട് ആണ്. സി ട്രിപ്പിൾ ബോണ്ട് എന്നിനെ വിളിക്കുന്ന പേരാണ് നൈട്രൈൽ. എൻ ട്രിപ്പിൾ ബോണ്ട് സി ആണെങ്കിൽ എന്ത് വിളിക്കും? ഐസോനൈട്രൈൽ എന്ന് വിളിക്കും. അപ്പൊ നൈട്രൈൽ സി ട്രിപ്പിൾ ബോണ്ട് എൻ ആയിട്ടുള്ള ഒരു സ്പീഷീസ് റിയാക്ട്സ് വിത്ത് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്. ഇവിടെ എച്ച് സിയിൽ നമ്മൾ റിയേജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഇതിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് സിങ്ക് ക്ലോറൈഡും HCl ആണ്. ഓക്കെ, ആ HCl ആണ് ഇവിടെ മെക്കാനിസത്തിനകത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്. റിയാക്റ്റന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നൈട്രൈലും അരോമാറ്റിക് കോമ്പൗണ്ടും ആണ്. Okay, so a nitrile reacts with an aromatic compound to form an aromatic ketone. ഒരു അരോമാറ്റിക് കീറ്റോൺ ഇവിടെ പുതുതായിട്ട് ഉണ്ടാവും. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിയാക്റ്റന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മെറ്റാ ഹൈഡ്രോക്സി ഫീനോൾ തന്നെയാണിത്. അതായത് 2 OH ഉള്ള ഗ്രൂപ്പാണിത് അല്ലേ? അതിൻ്റെ ഈ പൊസിഷനിൽ പുതുതായിട്ടൊരു കീറ്റോൺ സി ഡബിൾ ബോണ്ടോയും OMe, അതായത് ഈ ഒരു അറ്റാച്ച്മെന്റുമാണ് ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്നത്, അതായത് ഫോർമേഷൻ ഓഫ് എ കീറ്റോൺ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു അരോമാറ്റിക് കീറ്റോൺ നൈട്രൈലിൽ നിന്നും ഒരു അരോമാറ്റിക് കോമ്പൗണ്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് ചോദിച്ചാൽ യൂസിങ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് HCl, ആൻഡ് ദ റിയാക്ഷൻ ഇസ് കോൾഡ് ഹോബൻഹോഷ് റിയാക്ഷൻ. അപ്പൊ അതിന്റെ മെക്കാനിസം എന്താണെന്നുള്ളത് ബ്രീഫായിട്ട് നോക്കാം. നിങ്ങൾക്കറിയാം സി ട്രിപ്പിൾ ബോണ്ട് എന്നില് നൈട്രജൻ 3 വാലൻസി ആണ് ഫില്ല് ചെയ്യുന്നത്, 3 ബോണ്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വുഡ് ക്യാരി എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉപയോഗിച്ച് ഇയാൾ ബേസ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഈ HCl-നകത്തുള്ള പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യും. HCl ആസിഡ് ആണ്, സോ അത് പ്രോട്ടോണിനെ കൊടുക്കും. നൈട്രജൻ ബേസുമാണ്, അപ്പോൾ ആ പ്രോട്ടോൺ അയാൾ വാങ്ങിക്കുകയും ചെയ്യും. ഓക്കെ, സോ എന്ത് ചെയ്യും? ഈ ലോൺ പെയർ ഉപയോഗിച്ച് ഈ ഹൈഡ്രജനെ നൈട്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും. എങ്ങനെയാണ് അബ്സ്ട്രാക്ട് ചെയ്യുക? H+ ആയിട്ടാണ് അബ്സ്ട്രാക്ട് ചെയ്യുക. ഈ ബോണ്ടിലുള്ള എല്ലാ ഇലക്ട്രോണും ക്ലോറിനിലേക്ക് കൊടുക്കും. അപ്പൊ ക്ലോറിൻ ഹാപ്പി ആവും. ക്ലോറിന് 6 ഇലക്ട്രോൺ, ബോണ്ടിങ്ങിൽ ഒരു 7 ഇലക്ട്രോൺ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണും കൂടെ കൊടുക്കുമ്പോൾ 8 ഇലക്ട്രോൺ ഹാപ്പിയായി. ക്ലോറിൻ അങ്ങ് ഇളകിപ്പോവും. ബാക്കിയുള്ള H+ ഈ നൈട്രജനുമായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. ഇപ്പൊ നൈട്രജന്റെ ഒരു വാലൻസി കൂടിയില്ലേ, 4 ബോണ്ടായില്ലേ. സോ നൈട്രജൻ വുഡ് ക്യാരി എ പോസിറ്റീവ് ചാർജ്. ഇനിയാണ് നമ്മുടെ അരോമാറ്റിക് കോമ്പൗണ്ട് റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലിപ്പം OH ഫീനോളിക് ഗ്രൂപ്പാണ് റിയാക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് റിയാക്ഷൻ ചോദിച്ചാൽ ഈ ഓക്സിജന് 2 ബോണ്ടിങ് ആണല്ലോ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബോണ്ടും ഹൈഡ്രജനുമായിട്ട് രണ്ടാമത്തെ ബോണ്ട്. ബാക്കിയുള്ള 2 ലോൺ പെയറിൽ ഒരു ലോൺ പെയറിനെ ഇയാള് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സീറ്റ് ഇവിടെ കൊടുക്കണം. ഓക്കെ, അതിനായിട്ടാണ് ഈ ബോണ്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലോൺ പെയറിലുള്ള ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പുതുതായിട്ട് ഡബിൾ ബോണ്ട് വരും. ഈ സ്ട്രക്ചറിൽ പുതുതായിട്ടൊരു ഡബിൾ ബോണ്ട് അവിടെ വരും. ഓക്സിജന് ലോൺ പെയർ നഷ്ടമായി, സോ ഇറ്റ് വുഡ് ക്യാരി എ പോസിറ്റീവ് ചാർജ് അല്ലേ? അപ്പൊ ഈ കാർബൺ ഇവിടെ ഡബിൾ ബോണ്ട് ആയല്ലോ. ഓൾറെഡി കാർബൺ എത്ര വാലൻസി ഉണ്ട്? ഇവിടെ ഡബിൾ ബോണ്ട്. അപ്പൊ 1 2, ഇവിടെ ഒരു ബോണ്ട് 3, ഇവിടെ ഒരു ബോണ്ട് 4, 4 ബോണ്ട് ഓൾറെഡി കാർബൺ ഉണ്ട്. ഈ ബോണ്ടും കൂടെ അഡീഷണൽ വരുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് പുതുതായി വന്നില്ലേ. അപ്പൊ ഇവിടെ കാർബൺ 5 വാലൻസി ആവൂലേ?
അപ്പൊ കാർബൺ 5 വാലൻസി ക്യാരി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ബോണ്ടിനെ ഇയാൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, ഇവിടെ എക്സസ് ഇലക്ട്രോൺസ് വരും. ആ എക്സസ് ഇലക്ട്രോൺ ഉപയോഗിച്ച് ഈ ട്രിപ്പിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് എന്നില് സിയിലേക്ക് കാർബണിലേക്ക് പുതുതായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ പുതുതായിട്ടൊരു സി ബോണ്ട് ഉണ്ടാവും. മനസ്സിലായോ? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, കാർബൺ 5 വാലൻസി ആയി. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റ് ചെയ്ത ബോണ്ട് നേരെ ഈ കാർബൺ നൈട്രൈലിലെ കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പുതുതായിട്ടൊരു സി ബോണ്ട് വരുന്നു. ഈ ഡബിൾ ബോണ്ട് പോയി. ഇവിടെയാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഈ ഡബിൾ ബോണ്ട് പോയി. ഇവിടെ പുതുതായിട്ട് സി ബോണ്ട് വന്നു. ഇതാ ഇങ്ങനെ. ഓക്കെ, സി ബോണ്ട് പുതുതായിട്ട് വന്നു. ഇനിയും പ്രശ്നമുണ്ട്. അപ്പൊ നൈട്രജന് ഈ പ്ലസ് എങ്ങനെയെങ്കിലും മാറ്റണം. കാരണം നൈട്രജന് പ്ലസ് അത്ര ഇഷ്ടമല്ല. നൈട്രജന് ലോൺ പെയർ തിരിച്ച് കിട്ടിയാൽ അത്രയും സന്തോഷം. അപ്പൊ എന്ത് ചെയ്യും, ഈ ബോണ്ട് തിരിച്ച് നൈട്രജനിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്ത് ലോൺ പെയർ കൊടുക്കും. അപ്പൊ ഈ ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് ഡബിൾ ബോണ്ടിലേക്ക് മാറും. ഓക്കെ, ബാക്കിയെല്ലാം പഴയതുപോലെ. ഇവിടെ ഒരു കാർബണും OMe, CH2ഉം OMe ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായ ഈ സ്റ്റെപ്പ്? അതായത് ആദ്യം ഓക്സിജനിലുള്ള ലോൺ പെയർ ഇങ്ങോട്ടേക്ക് മാറുന്നു. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട്, ഓക്സിജന് പോസിറ്റീവ് ചാർജ്, കാർബൺ 5 വാലൻസി ആയി. അപ്പൊ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ഡയറക്റ്റ് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന. ഈ ബോണ്ട് ഇവിടെ കയറി അറ്റാക്ക് ചെയ്തു എന്നാണ്. അപ്പൊ ഈ ബോണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഈ പൊസിഷനിലേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നു. ആ പൊസിഷനിൽ നിന്ന് കാർബണിലേക്ക് അറ്റാക്കിങ് വരുന്നു. അപ്പൊ ഇവിടെ പുതുതായിട്ട് സി ബോണ്ട് ഉണ്ടാവുന്നു. അപ്പം കാർബൺ വാലൻസി 5 ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് നൈട്രജന് ലോൺ പെയർ തിരിച്ചു കൊടുക്കും. ഇതാണ് ഈ സ്റ്റെപ്പ് എന്നുണ്ടായത്. ഓക്കെ, ഇനി വീണ്ടും നൈട്രജൻ ലോൺ പെയർ കിട്ടിയല്ലോ. നൈട്രജനെ വീണ്ടും ആരെ അറ്റാക്ക് ചെയ്യാം, HCl, റിയാക്ഷൻ മീഡിയത്തിനകത്തുള്ള റിയേജന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന HClനെ വീണ്ടും റിയാക്ട് ചെയ്യാം. ഇപ്പൊ നൈട്രജൻ എന്ത് ചെയ്യും, വീണ്ടും ലോൺ പെയർ ഉപയോഗിച്ച് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും. ഇപ്പൊ നേരത്തെ അതേ മെക്കാനിസം തന്നെ. നൈട്രജൻ നേരെ ഈ ലോൺ പെയർ ഉപയോഗിച്ച് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും. ഹൈഡ്രജൻ H+ ആയിട്ട് വരും. ഈ ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണിനെ ക്ലോറിനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് 8 ഇലക്ട്രോണായി ക്ലോറിൻ ലീവ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ നൈട്രജനിൽ ഹൈഡ്രജൻ വന്ന് NH2+ ആയിട്ട് മാറും. ഓക്കെ, NH2+ ആയി മാറുന്നു. വേറെ ഒരു വ്യത്യാസവും ഇവിടെ സംഭവിക്കുന്നില്ല. ഈ രണ്ട് സ്റ്റെപ്പിലും വേറെ ഒരു വ്യത്യാസവും ഇല്ല. NHനെ ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്ത് NH2+ലേക്ക് മാറാണ്. ഇനിയുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ഇങ്ങോട്ടേക്ക് മാറിയപ്പം ഇതിന്റെ അരോമാറ്റിക് സ്ട്രക്ചർ, ബെൻസിന്റെ അരോമാറ്റിസിറ്റി നഷ്ടപ്പെട്ടു. അതൊരിക്കലും പ്രിഫറൻഷ്യബിൾ അല്ല. കാരണം അരോമാറ്റിക് ആയാൽ ആ കോമ്പൗണ്ട് കൂടുതൽ സ്റ്റേബിൾ ആകും എന്നുള്ളതാണ്. അപ്പം ആ അരോമാറ്റിസിറ്റി തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യും, ഈ ക്ലോറിൻ ഇവിടെ നിന്ന് നേരത്തെ ഇവിടെ ലീവ് ചെയ്ത് പോയ ഒരു ക്ലോറിൻ ആറ്റം ഉണ്ടല്ലോ, ഇവിടെയും ഒരെണ്ണമുണ്ട്. അതിൽ ഒരു ക്ലോറിൻ ആറ്റം വന്ന് എന്താ സംഭവിക്കുക, ക്ലോറിൻ മൈനസ് ആണ്. ആ ക്ലോറിൻ മൈനസിനെ ഹൈഡ്രജൻ വന്ന് ഹൈഡ്രജനെ അത് അബ്സ്ട്രാക്ട് ചെയ്ത് പോകും. അപ്പൊ HCl വീണ്ടും ഉണ്ടാവും. ആ HCl ആണ് വീണ്ടും ഇവിടെ ഒന്ന് റിയാക്ട് ചെയ്ത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലോറിൻ മൈനസ്, ക്ലോറൈഡ് മൈനസ്, Cl മൈനസ് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഈ ബോണ്ട് തിരിച്ച് റിങ്ങിലേക്ക് കൊടുത്തിട്ടാണ് ലീവ് ചെയ്ത് പോവുക. അപ്പൊ ഇവിടേക്ക് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാർബണ് 5 വാലൻസി, ഈ കാർബണും പ്രശ്നമാണ്, ഈ കാർബണും പ്രശ്നമാണ്. 5 ഓൾറെഡി 4 വാലൻസിൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഈ ബോണ്ട് അഡീഷണലി വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നമാണ്. 5 വാലൻസി ആയിപ്പോ. അപ്പൊ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് കാരണം ഈ കാർബൺ വലിയ പ്രശ്നമില്ല. കാരണം ഈ ബോണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഈ കാർബൺ പ്രശ്നമാണ്. കാർബണ് പുതുതായിട്ട് ഇവിടെ ഒരു ബോണ്ട് വന്നതല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഡബിൾ ബോണ്ടിലുള്ള ഒരു ബോണ്ടിനെ ഓക്സിജനിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പൊ ഓക്സിജൻ ഹാപ്പി ആയല്ലോ, ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ആ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഓക്സിജന് തിരിച്ച് ലോൺ പെയർ കിട്ടും. അപ്പൊ ഇയാൾ അരോമാറ്റിക്കും ആകും, ഇയാൾക്ക് ലോൺ പെയർ തിരിച്ചും കിട്ടും. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുക. അപ്പൊ ഇതൊരു അരോമാറ്റിക് സ്ട്രക്ചറിലേക്ക് മാറി. ഇവിടെ NH2+ ഫോമിലേക്ക് മാറി. ഇനിയുള്ളത് ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ലിമീനിയം ഹൈഡ്രോളിസിസ് ആണ് നടക്കുക. വേറൊന്നുമില്ല, ഇതിനൊരു ഈ ബോണ്ട് NH2 എന്നുള്ള മൊത്തം ഗ്രൂപ്പ് ഇവിടെ നിന്ന് ഇളകിപ്പോയി
ഓക്സിജൻ, ഹൈഡ്രോളിസിസിലെ ഓക്സിജൻ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. അതാണ് ഇവിടുത്തെ സ്റ്റെപ്പ്. അതിന് കുറേ സ്റ്റെപ്പുകളുണ്ട്, അത് നിങ്ങൾക്ക് തൽക്കാലം ഇല്ല. NH2+ എലിമിനേറ്റ് ചെയ്ത് പോയി ഇവിടെയുള്ള ഒരു ഓക്സിജൻ ആറ്റം ഇവിടെ വന്ന് റീപ്ലേസ് ചെയ്യും. ഇതാണ് ഇതിന്റെ മെക്കാനിസം. അപ്പൊ ആദ്യം നൈട്രൈൽ C∼+ N HCl അറ്റാക്ക് ചെയ്യുന്നു. അപ്പം പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് N+ ആകും, Cl- എലിമിനേറ്റ് ചെയ്ത് പോവും. അടുത്തത് ഈ കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ ആണ്. അതിനായിട്ട് ഓക്സിജൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഡബിൾ ബോണ്ട്, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആ പൊസിഷനിലേക്ക് ഈ കാർബൺ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പം ഡബിൾ ബോണ്ട് NH ആയി, ബാക്കിയുള്ള ഗ്രൂപ്പ് അതേപോലെ. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും HCl വരുന്നു, ഈ NH-നെ H അബ്സ്ട്രാക്ട് ചെയ്ത് N+ ആകുന്നു, ക്ലോറിൻ Cl- എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ആ Cl- തന്നെ ഇവിടെ വീണ്ടും വന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ അബ്സ്ട്രാക്ട് ചെയ്ത് അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യുന്നു. അതിനുശേഷം ഹൈഡ്രോളിസിസ് നടത്തി ഈ NH2-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓക്സിജനിലേക്ക് മാറുന്നു. സോ യു വിൽ ഗെറ്റ് ആൻ അരോമാറ്റിക് കീറ്റോൺ. അരോമാറ്റിക് കീറ്റോൺ ഫ്രം നൈട്രൈൽ ആൻഡ് അരോമാറ്റിക് കോമ്പൗണ്ട്. ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇതിന്റെ പേരാണ് ഹോബൻ-ഹോഷ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് റിയാക്ഷൻസ് ഓഫ് ഫീനോളിൽ, നെയിംഡ് റിയാക്ഷൻസ് ഓഫ് ഫീനോൾസിനകത്ത് പഠിക്കാനുള്ള 4 നെയിംഡ് റിയാക്ഷൻസ്. അതിൽ അരോമാറ്റിക് കോമ്പൗണ്ട് എന്നാണ് ഹേവൻ-ഹോഷ് റിയാക്ഷന്റെ ഡെഫിനേഷൻ എങ്കിലും നമ്മൾ ഇതിൽ ഫീനോൾ ഉപയോഗിച്ച് തന്നെയാണ്, ഫീനോളിന്റെ സെക്ഷനിലായതുകൊണ്ട് ഫീനോൾ ഉപയോഗിച്ച് തന്നെയാണ് ആ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ റിയാക്ഷൻസ് ഓഫ് ഫീനോൾസിനകത്ത് വരുന്നത്. ഇനി ഫീനോൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്കൊരു റിയേജന്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ, നിങ്ങൾ ലാബിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ സിന്തസൈസ് ചെയ്യാൻ സാധിക്കും. അതിന്റെ പേരാണ് ഫിനോഫ്തലിൻ. നിങ്ങൾ ധാരാളം S4-ലൊക്കെ ആസിഡിമെട്രി ആൽക്കലിമെട്രി ടൈട്രേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ സിന്തസൈസ്ഡ് യൂസിങ് ഫീനോൾ. അതെങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം താലിക് അൺഹൈഡ്രേറ്റ്. താലിക് ആസിഡ് എന്താണ്? ഓർത്തോ ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് അല്ലേ? ബെൻസീൻ റിങ്ങിന്റെ ഓർത്തോ പൊസിഷനിൽ ഡൈകാർബോക്സിലിക് ആസിഡ്, 2 COOH വരുന്നു. ഇവിടെ ഒരു COH, ഇവിടെ ഒരു COH. അതാണ് താലിക് ആസിഡ്. താലിക് അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ COH ഒരു അൺഹൈഡ്രേറ്റ് ആക്കുക, H2O റിമൂവ് ചെയ്യുക. H2O റിമൂവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് C∼+ O C∼. ഇതിന്റെ പേരാണ് താലിക് അൺഹൈഡ്രേറ്റ്. ഈ താലിക് അൺഹൈഡ്രേറ്റ് 2 ഫീനോൾ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യും. അതിനകത്തുള്ള കാർബണിൽ കോമ്പൗണ്ടിന്റെ ഓക്സിജനും ഫീനോളിലെ 2 ഹൈഡ്രജൻ, ഇതിൽ എപ്പോഴും ഓർക്കുക, ഇതിലെ പാരാ ഹൈഡ്രജൻ ആണ് റിയാക്ട് ചെയ്യുക. ഓക്കെ, ഇത് കപ്ലിംഗ് റിയാക്ഷൻ ഉദാഹരണമാണ്. ഇതിൽ OH-ല് H ഇതിൽ റിയാക്റ്റീവ് അല്ല, OH-ന്റെ പാരാ പൊസിഷനിലിരിക്കുന്ന ഹൈഡ്രജൻ ആണ് ഇവിടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള പാരാ ഹൈഡ്രജൻ, ഫീനോളിലുള്ള 2 പാരാ ഹൈഡ്രജനും താലിക് അൺഹൈഡ്രേറ്റിലെ കാർബണിലുള്ള ഒരു ഓക്സിജൻ ആറ്റവും കൂടെ എലിമിനേറ്റ് ചെയ്ത് പോകും. സിംഗ്ക്ലോറൈഡും HCl-ഉമാണ് ഇവിടെ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. ലൂക്കാസ് റിയേജനിലെ സിംഗ്ക്ലോറൈഡ്, അൺഹൈഡ്രേറ്റ് സിംഗ്ക്ലോറൈഡ് HCl. അപ്പൊ H2O ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ എന്ത് പറ്റും? ഈ കാർബൺ 2 ബെൻസീൻ റിങ്ങുമായിട്ട് കണക്ഷൻ വരും. ഈ കാർബൺ ഈ ബെൻസീൻ റിങ്ങിലേക്ക് കണക്ഷൻ വരും, ഈ കാർബൺ ഈ ബെൻസീൻ റിങ്ങിലേക്ക് കണക്ഷൻ വരും. അതിനെയാണ് ഫിനോഫ്തലിൻ, നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന ഫിനോഫ്തലിൻ എന്ന് പറയാം. അപ്പൊ ഫീനോൾ എന്നുള്ള ഫീനോളും താലിക്കിന്റെ താലിൻ, അതാണ് ഫിനോഫ്തലിന്റെ പേര്. അത് വെച്ച് നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ഓർത്തെടുക്കാൻ പറ്റും. ഫീനോളും താലിക് ആസിഡും, അങ്ങനെയാണ് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുക. അപ്പൊ ഫെനോഫ്തലിൻ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ സിന്തസിസ് എന്താണെന്ന് ചോദിച്ചാൽ, യു ഷുഡ് റൈറ്റ് ദിസ് റിയാക്ഷൻ വെയർ താലിക് അൺഹൈഡ്രേറ്റ് റിയാക്ട്സ് വിത്ത് 2 molecule of phenol, eliminating carbonyl oxygen and para hydrogen of the 2 phenol groups in the presence of synchloride and HCl to form phenolphthalein. ഓക്കെ, ഇതാണ് ഫിനോഫ്തലിന്റെ സിന്തസിസ്. ഇനി കളർ ചേഞ്ച് ഓഫ് ഫിനോഫ്തലിൻ വിത്ത് pH. എങ്ങനെയാണ് ഫിനോഫ്തലിൻ pH അനുസരിച്ച് കളർ മാറുന്നത്? അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കഴിഞ്ഞ വർഷത്തെ, അതായത് നിങ്ങളെ തൊട്ട് സീനിയേഴ്സിന്റെ S5 എക്സാമിന് ഫിനോഫ്തലിനെ കുറിച്ച് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതിൽ സിന്തസിസും യൂസസും കളർ ചേഞ്ചിന്റെ മെക്കാനിസം എഴുതിയാൽ 4 മാർക്ക്. അതായിരുന്നു ആ ചോദ്യം. അപ്പൊ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ. സിന്തസിസ് അറിഞ്ഞിരിക്കണം, പിന്നെ കളർ ചേഞ്ച് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. കളർ ചേഞ്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും ഈ സ്ട്രക്ചർ എഴുതണം.
സ്ട്രക്ചർ എഴുതിയിട്ടില്ല എങ്കിൽ മാർക്ക് കിട്ടില്ല. ഈ സ്ട്രക്ചർ നിർബന്ധമായിട്ട് എഴുതണം. എങ്ങനെയാണിത് കളർ ചേഞ്ച് വരുന്നത്? നിങ്ങൾക്ക് അറിയുന്ന പോലെ ഫിനോഫ്തലിൻ ഇസ് എ വാട്ടർ സോലുബിൾ കോമ്പൗണ്ട്. അത് വാട്ടറിൽ സോലുബിൾ ആകും, ആസിഡിലും ആൽക്കലിയിലും ഒക്കെ സോലുബിൾ ആകും. ആസിഡിൽ ഡിസോൾവ് ചെയ്യുമ്പം കളർലെസ് ആയിരിക്കും അല്ലേ? നമ്മൾ ആസിഡ് നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ബ്യൂററ്റിനകത്ത് നിന്ന് ഫിക്സഡ് ml 15-16 ml ആസിഡ് എടുക്കും, അതിലേക്ക് ഫിനോഫ്തലിൻ ആഡ് ചെയ്യും, എന്നിട്ട് ബ്യൂററ്റിൽ രണ്ടാമത്തെ ബ്യൂററ്റിൽ ആൽക്കലി എടുക്കും, NaOH പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് പോലുള്ള ഒരു ആൽക്കലി എടുക്കും, എന്നിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യും അല്ലേ? ടൈട്രേറ്റ് ചെയ്ത് വരുമ്പോൾ എൻ പോയിന്റ് അടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു പിങ്ക് കളർ വരും. അറ്റ് ദി എൻ പോയിന്റ് ബൈ ദ അഡീഷൻ ഓഫ് 1 ഡ്രോപ്പ് ഓഫ് ദ റിയേജന്റ് എൻറ്റയർ കളർ ചേഞ്ചസ് ടു പിങ്ക്. അപ്പൊ ആൽക്കലി മീഡിയം ആകുമ്പോഴത്തേക്കും ഇതിന് കംപ്ലീറ്റ്ലി പിങ്ക് കളറിലേക്ക് വരും. അപ്പൊ അതാണ് നമ്മുടെ എൻ പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡസൻ മീൻ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു എന്താണ് ന്യൂട്രലൈസേഷൻ പോയിന്റ്. 7 pH ആണ് എന്ന്. അതായത് ആസിഡിലേക്ക് ആൽക്കലി ആഡ് ചെയ്യുമ്പോൾ ന്യൂട്രലൈസേഷൻ ആണ് സംഭവിക്കുക. അപ്പൊ 7 എത്തുമ്പോഴാണ് നമ്മുടെ റിയാക്ഷൻ ന്യൂട്രലൈസേഷൻ കംപ്ലീറ്റ് ആയി നമ്മൾ പറയാം pH 7 എത്തുമ്പോൾ. പക്ഷെ ഫിനോഫ്തലിൻ ഉപയോഗിച്ചാൽ 7-ലല്ല കളർ ചേഞ്ച് വരുന്നത്. ഫിനോഫ്തലിന്റെ കളർ ചേഞ്ച് വരുന്നത് pH 8.3 to 10.5 വരെയാണ് കളർ ചേഞ്ച് വരുന്നത്. അപ്പൊ pH എപ്പോഴാണ് 8.3ലേക്ക് എത്തുന്നത് അപ്പോഴാണിത് പിങ്ക് കളറിലേക്ക് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻ പോയിന്റ് ഡസ് നോട്ട് ഓൾവേസ് കറസ്പോണ്ട് ടു ഇക്വലൻസ് പോയിന്റ്. ഇക്വലൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് തീരാനുള്ള പോയിന്റ്. എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ ഇൻഡിക്കേറ്ററിന്റെ കളർ ചേഞ്ച് വരുന്ന പ്രോസസ്, ആ ഒരു പോയിന്റ് അതിനെയാണ് എൻ പോയിന്റ് എന്ന് പറയാം. അപ്പം എൻ പോയിന്റും ഇക്വലൻസ് പോയിന്റും ഫിനോഫ്തലിന്റെ കേസിൽ ഡിഫറെന്റ് ആണ്. ഇക്വലൻസ് പോയിന്റ് എന്ന് പറയുന്നത് pH 7-ൽ നടന്നു കഴിയും. എൻഡ് പോയിന്റ് എന്ന് പറയുന്ന ആ കളർ ചേഞ്ച് വരുന്ന pH 8.3 കറക്റ്റ് ആയിട്ട് ചെയ്താൽ ആ കറക്റ്റ് 8.3-ൽ ആ കളർ ചേഞ്ച് വരും. ഓക്കെ, അപ്പം ചില ഇൻഡിക്കേറ്റേഴ്സിന് എൻ പോയിന്റും ഇക്വലൻസ് പോയിന്റും സെയിം ആയിരിക്കും. ഭൂരിഭാഗം ഇൻഡിക്കേറ്റേഴ്സിനും ഇക്വലൻസ് പോയിന്റും എൻ പോയിന്റും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു റിയേജന്റ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഫിനോഫ്തലിൻ. ഓക്കെ, അപ്പം കളർ ചേഞ്ച് വരുന്നത് ആൽക്കലി മീഡിയത്തിനകത്ത് പിങ്ക് കളറിലേക്ക് മാറും. ഇനി എങ്ങനെയാണ് ഇത് കളർ ചേഞ്ച് വരുന്നത്? നമ്മളിത് ഫിനോഫ്തലിൻ ആസിഡ് മീഡിയത്തിലേക്ക് ആഡ് ചെയ്തു, അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു. ഇനി ഇതിൽ പ്രോട്ടോൺസ് നമ്മൾ ഡീപ്രോട്ടോണേറ്റ് ചെയ്താൽ, അതായത് ബേസ് ആഡ് ചെയ്താൽ, എപ്പോഴാണ് ഡീപ്രോട്ടോണേഷൻ സംഭവിക്കുക? ഒരു ബേസ് ആഡ് ചെയ്യുമ്പോൾ അല്ലേ? ബേസ് അല്ലേ പ്രോട്ടോണിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ബേസ് ആഡ് ചെയ്യുമ്പോൾ ഈ പ്രോട്ടോണിൽ ഈ ഫിനോളിലിരിക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ ബേസ് അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? ഇത് അബ്സ്ട്രാക്ട് ചെയ്ത് O- ഫോമിലേക്ക് വരും. ഇത് അയോണൈസ് ചെയ്യും. എങ്ങനെയാണ് അയോണൈസ് ചെയ്യുക? H+ പോയി ഇവിടെ ഒരു O- വരും. ആ O- ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ പുതുതായിട്ടൊരു ഡബിൾ ബോണ്ട് വരും. നോക്കൂ, ഇതേപോലെ ഇവിടെ ഒരു പുതുതായിട്ടൊരു ഡബിൾ ബോണ്ട് വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കാർബണിന്റെ വാലൻസി 5. സോ കാർബൺ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ബോണ്ടിനെ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അയാൾ ഇവിടെ വരും. ഇനി ഈ ഡബിൾ ബോണ്ട്, അപ്പൊ ഇവിടെ ഈ കാർബൺ 5 വാലൻസി ആവുമല്ലോ. അപ്പൊ ഈ കാർബൺ എന്ത് ചെയ്യും? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ പുതുതായിട്ടൊരു ഡബിൾ ബോണ്ട്. ഇനി ലാസ്റ്റ് ഷിഫ്റ്റിംഗ് എങ്ങനെയാ നടക്കുക? ഈ കാർബൺ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ കാർബൺ 5 വാലൻസി ആയല്ലോ. അപ്പൊ ഈ കാർബൺ എന്ത് ചെയ്യും? ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആയിട്ടുള്ള ഓക്സിജനിലേക്ക് ഈ ബോണ്ടിനെ മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യും. സോ ദിസ് ഓക്സിജൻ വുഡ് ക്യാരി എ നെഗറ്റീവ് ചാർജ്. സി, അപ്പൊ എന്താ സംഭവിച്ചത്? ഇതിലെ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു O-, ഈ ഷിഫ്റ്റിംഗ് നിങ്ങൾ എഴുതി പഠിച്ചാൽ ഈ സ്ട്രക്ചർ പെട്ടെന്ന് കിട്ടും. ഈ പവർ പോയിന്റിനകത്ത് അത് കാണിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ പറയുന്നതനുസരിച്ച് ഷിഫ്റ്റിംഗ് കാണിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ ഈ H+ പോയി ഇവിടെ O- ആയി, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഡബിൾ ബോണ്ട് ആയി. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഡബിൾ ബോണ്ട്. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് O-. അപ്പൊ എന്ത് സംഭവിച്ചു? ഇത് പിങ്ക് കളറിലേക്ക് മാറി. ഓക്കെ, പിങ്ക് കളറിലേക്ക് മാറി. അപ്പൊ ഇത് നോൺ അയണൈസ്ഡ് ഫോമും ഇത് അയണൈസ്ഡ് ഫോമിലേക്ക് മാറി. അങ്ങനെ മാറി എന്താ സംഭവിക്കുക? ഇതില് ഈ കോമ്പൗണ്ട് ആക്ച്വലി ഇത് കളേർഡ് ആണ്, നമുക്കത് കാണാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ എനർജി ട്രാൻസിഷൻസ്, അതായത് ഇലക്ട്രോൺ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി തിരിച്ച് അത് റിലാക്സ് ചെയ്യുമ്പം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പം എത്ര വേവ് ലെങ്ത് അബ്സോർബ് ചെയ്തോ ഓൾമോസ്റ്റ് അത്രയും എനർജി തന്നെ അത് വെളിയിലേക്ക് വിടുമ്പോഴാണ് ഒരു സാധനം കളേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്നു,
അയാൾ എനർജി കിട്ടുന്നു, ലൈറ്റ് വീഴുമ്പോൾ എനർജി കിട്ടുന്നു, ആ എനർജി വെച്ച് അയാൾ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. പിന്നീട് ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ്, 10⁻⁸ സെക്കൻഡോളം സമയം അത് നിൽക്കാൻ സമയമുള്ള അവിടെ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് റിലാക്സ് ചെയ്യും. ആ റിലാക്സ് ചെയ്യുന്ന പ്രോസസ്സിൽ അയാൾ എന്ത് ചെയ്യും, ആ അബ്സോർബ് ചെയ്ത എനർജി ഓൾമോസ്റ്റ് ഇക്വലന്റ്, കുറച്ച് എനർജി അയാളുടെ ആ ഇലക്ട്രോണിന്റെ സ്വന്തമായിട്ട് കറങ്ങാനും ഓർബിറ്റിന് ചുറ്റിലും കറങ്ങാനും ഒക്കെ കുറച്ച് എനർജി അയാൾ ഉപയോഗിച്ച് പോകും. ബാക്കിയുള്ള എനർജി ഓൾമോസ്റ്റ് അത്രയും എനർജി, അബ്സോർബിന്റെ അത്രയും എനർജി തന്നെ അയാൾ എന്ത് ചെയ്യും, തിരിച്ച് വെളിയിലേക്ക് വിടും. അത് വിസിബിൾ സ്പെക്ട്രത്തിലാണെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ടിനെ കളേർഡ് ആയിട്ട് കാണും. പക്ഷെ ഈ കളർലെസ് ആയിട്ട് നമുക്ക് ഫിനോഫ്തലിന്റെ അൺഅയണൈസ്ഡ് ഫോം കാണാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എനർജി ഗ്യാപ്പ്, ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ഭയങ്കര വലുതാണ്. സോ ഇറ്റ് ഡസൻ ഫോൾ ഇൻ ദി വിസിബിൾ സ്പെക്ട്രം. അത് യു വി സ്പെക്ട്രത്തിലേക്കൊക്കെയാണ് വീഴുക. അപ്പൊ അത്ര എനർജി ഉള്ളത് കൊണ്ട് യു വി സ്പെക്ട്രത്തിനകത്താണ് വീഴുന്നത്. അപ്പൊ നമ്മൾ ഒരു യു വി ഫിൽറ്റർ ഉപയോഗിച്ചാൽ ഫിനോഫ്തലിൻ ഇൻ ദ ആസിഡ് മീഡിയം ഓൾസോ വിൽ ഷോ സം കളർ, എന്തെങ്കിലും ഒരു കളർ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ നേക്കഡ് ഐയിൽ നമ്മൾ കളർലെസ് ആയിട്ടാണ് അൺഅയണൈസ്ഡ് ഫിനോഫ്തലിനെ കാണുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് കളർലെസ് ആയിട്ട് മാറുക. ഇനി ബേസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് അയണൈസ്ഡ് ഫോം ആവും. അയണൈസ്ഡ് ഫോം ആകുമ്പോൾ ഇയാൾക്ക് ഒരു ഇയാളുടെ റെസനേറ്റിംഗ് എനർജി കാരണം ഈ എനർജി ഗ്യാപ്പ് കുറച്ച് കുറയും. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും കുറച്ചും കൂടെ അടുത്ത് വരും. സോ ഇവിടെ നിന്ന് ഇലക്ട്രോൺ പോയി ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയി തിരിച്ച് താഴെ വീഴുമ്പോൾ, നമ്മളിത് വിസിബിൾ ലൈറ്റിലാണല്ലോ ചെയ്യുന്നത്, ലാബിലൊക്കെ ലൈറ്റിന്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ ലൈറ്റ് വന്ന് വീഴുമ്പം, ഫോട്ടോൺസ് വന്ന് വീഴുമ്പം ഈ ഇലക്ട്രോൺസ് ഈ എനർജീനെ അബ്സോർബ് ചെയ്ത് ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ് കുറച്ചും കൂടെ അടുത്താണ് ഇപ്പം. ഇതിൻ്റെ തിരിച്ച് താഴെ വരുമ്പം വെളിയിലേക്ക് വരുന്ന എനർജി ഫോൾസ് ഇൻ ദി വിസിബിൾ സ്പെക്ട്രം. അപ്പൊ അത് വിസിബിൾ സ്പെക്ട്രത്തിലേക്കാണ് വീഴുക. അപ്പം ആ കളർ എന്ന് പറയുന്നത് പിങ്ക് വേവ് ലെങ്തിലുള്ള കളറാണ് അത് എമിറ്റ് ചെയ്യുന്നത്. സോ ദ കോമ്പൗണ്ട് വിൽ അപ്പിയർ ടു ബി കളേർഡ്. അങ്ങനെയാണ് ഇതിന്റെ കളറിങ് മെക്കാനിസം വരുന്നത്. ഓക്കെ, അപ്പൊ കളർലെസ് ഫോമിൽ, അൺഅയണൈസ്ഡ് ഫോമിൽ അതിന് വിസിബിൾ സ്പെക്ട്രത്തിൽ അബ്സോർപ്ഷൻ ഇല്ല, വിസിബിൾ സ്പെക്ട്രത്തിൽ കളർ ഒന്നും ഇല്ല. ബട്ട് ഇൻ ദ അയണൈസ്ഡ് ഫോം, ഡ്യൂ ടു ദി റെസനേറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്, അതിന്റെ എനർജി ഫോൾ ചെയ്യുന്നത് വിസിബിൾ സ്പെക്ട്രത്തിൽ പിങ്ക് കളറിലാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ ബേസിക് മീഡിയത്തിനകത്ത് പിങ്ക് കളറായിട്ട് കാണുന്നു. ഓക്കെ, ഇത്രയാണ് ഫിനോഫ്തലിന്റെ കളർ ചേഞ്ചിനെ കുറിച്ചും പറയാനുള്ളത്. അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. ഇതിന്റെ ഓൾമോസ്റ്റ് pH റേഞ്ച് കൃത്യമായിട്ട് പറയണ 8.3 ആണ്. 8.2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും 8.3 ആണ് ഓൾമോസ്റ്റ് കറക്റ്റ്. ചില വേരിയേഷൻസ് പല ഇതിലും കാണാറുണ്ട്. പിന്നെ pH 10 എബവ് ആയാൽ അത് മജന്ത കളറിലേക്ക് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫിനോഫ്തലിന് 8.2 ആയതുകൊണ്ടാണ് നമ്മൾ മൈൽഡ് ബേസിൽ ഫിനോഫ്തലിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം 8.2ന് അത് കളർ 8.2ന് താഴെ അതിന് വലിയ കളർ ചേഞ്ച് ഇല്ല. കളർ ആവണമെങ്കിൽ 8.3ന് എബവ് ആയാലേ പറ്റുള്ളൂ. 8.3നെ എബവ് ആക്കാൻ മൈൽഡ് ബേസിന് പറ്റില്ല. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉപയോഗിച്ചാലേ ഇത് 8.3ലേക്ക് മേലോട്ട് pH കയറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ NaOHും KOHും പോലുള്ള സ്ട്രോങ് ബേസ് ഉപയോഗിക്കുമ്പോൾ ഫിനോഫ്തലിൻ ഉപയോഗിക്കുന്നത്. മൈൽഡ് ബേസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റോ സോഡിയം ബൈകാർബണേറ്റ് ഒക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ കളർ ചേഞ്ച് കിട്ടില്ല. കാരണം അത് 8.3 pHന് എബവ് കയറില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫിനോഫ്തലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫിനോഫ്തലിന്റെ യൂസസ് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ ധാരാളം യൂസസ് ആണ്. ഇപ്പം ഫേക്ക് ഈ എന്താണ് കൈക്കൂലി പിടിക്കാനൊക്കെ ഫിനോഫ്തലിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. നമ്മൾ ഈ കൈക്കൂലി കൊടുക്കുന്ന ആള് എന്ത് ചെയ്യും, ഈ കറൻസി നോട്ടിനകത്ത് ഫിനോഫ്തലിന്റെ പൊടി തേച്ച് വെക്കും. എന്നിട്ട് ഇത് കൈക്കൂലി കൊടുക്കും. അപ്പം വിജിലൻസ് വരുമ്പം ഈ വാങ്ങിച്ച ആളുടെ കൈയെടുത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ആൽക്കലി സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യും. ആൽക്കലി സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ കയ്യിൽ ഓൾറെഡി ഫിനോഫ്തലിന്റെ പൊടി ഉണ്ടെങ്കിൽ ബേസിലിടുമ്പോൾ എന്താവും, പിങ്ക് കളറിലേക്ക് മാറും. അപ്പൊ ഫിനോഫ്തലിന് അങ്ങനെ ഒരു യൂസ് ഉണ്ട്. പിന്നെ നോർമലി ടോയ്സിലൊക്കെ ഈ കളർ ചേഞ്ച് ഉള്ളത് കൊണ്ട് ടോയ്സിലൊക്കെ കളർ ചേഞ്ച് വരുന്ന ടോയ്സിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പണ്ട് കാലത്ത് ഇത് ലാക്സേറ്റീവ് ആയിട്ട്, കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യുന്ന ലാക്സേറ്റീവ് ആയിട്ട്
ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് അത് 99 ശേഷം അത് ബാൻ ചെയ്യപ്പെട്ടു. കാരണം അതൊരു ഫിനോഫ്തലിൻ ഇസ് എ പോസിബിൾ കാർസിനോജൻ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അത് വയറ്റിനകത്ത് പോയാലാണ്. നമ്മൾ ലാബിലൊക്കെ ഒരു തുള്ളി കയ്യിൽ വീണെന്ന് പറഞ്ഞ വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് കുറേ ആയിട്ട് അത് അക്യുമുലേറ്റ് ചെയ്ത് വയറ്റിനകത്ത് ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പോസിബിൾ കാർസിനോജൻ. അപ്പൊ അത് കാരണം ഫിനോഫ്തലിൻ അങ്ങനെ മെഡിസിനൽ പർപ്പസിന് ഇപ്പൊ അധികം എന്നല്ല ഇപ്പൊ ഉപയോഗിക്കാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഒരു കെമിസ്ട്രിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ലാബിലാണ് ആസ് എ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫിനോഫ്തലിനെ കുറിച്ച് പറയാനുള്ളത്. ഇതോടുകൂടി നിങ്ങളുടെ സിലബസിൽ ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് ആൽക്കഹോൾ, കാർബണിൽ കോമ്പൗണ്ടിൽ നിന്ന് എങ്ങനെയൊക്കെ ആൽക്കഹോൾ ഉണ്ടാക്കാം ബൈ റിഡക്ഷൻ, പിന്നെ കാർബണിൽ കോമ്പൗണ്ടിൽ തന്നെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാം, ആൽക്കീനിൽ നിന്ന് എങ്ങനെ ആൽക്കഹോളിനെ ഉണ്ടാക്കാം, അതിൽ തന്നെയാണ് നമ്മൾ ഹൈഡ്രേഷൻ, ഹൈഡ്രോബറേഷൻ, ഓക്സിഡേഷൻ, ഓക്സിജൻ പെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ ഒക്കെ കണ്ടത്. ഇനി ആൽക്കഹോളിന്റെ കുറച്ച് റിയാക്ഷൻസ്, അലിഫാറ്റിക് ആൽക്കഹോളിന്റെ കുറച്ച് റിയാക്ഷൻസ് കണ്ടു. അതിൽ ആസിഡും ബേസ് നേച്ചർ ഓഫ് ആൽക്കഹോൾ എങ്ങനെയാണ്, എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ, ഹൈഡ്രജൻ ഹാലെ ലൂക്കാസ് ടെസ്റ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൂക്കാസ് ടെസ്റ്റ് എന്താണെന്ന് നോക്കി. പിന്നെ 2-3 റിയേജന്റ് ഉപയോഗിച്ചുള്ള ഓക്സിഡേഷൻ, പെരിഡീനിയം ക്ലോറോക്രോമേറ്റ് PCC ഉപയോഗിച്ചുള്ള ഓക്സിഡേഷൻ, പെർമാഗ്നേറ്റ് ഓക്സിഡേഷൻ, പിനക്കോൾ റീഅറേഞ്ച്മെന്റും അതിന്റെ മെക്കാനിസവും, വിക്ടർ മേയേഴ്സ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി അലിഫാറ്റിക് ആൽക്കഹോളിൽ ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ ആരോമാറ്റിക് ആൽക്കഹോളിലേക്ക് പോയി, ഫിനോള്, അതിന്റെ നോമൻക്ലേച്ചറും അതെങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. 2 റിയാക്ഷനെ നിങ്ങൾക്ക് പറയുന്നുള്ളൂ, ക്യുമീനും സൾഫോണിക് ആസിഡ് എന്നുമുള്ള ആ 2 പ്രിപ്പറേഷൻ മെത്തേഡ്സ്. പിന്നീട് ആസിഡിറ്റി ഓഫ് ഫിനോൾ, അതിന്റെ റെസണൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത്, റെസണൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച് ഫിനോളിന്റെ അസിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നീട് സബ്സ്റ്റുവന്റ് ഇഫക്ട്സ്, എങ്ങനെയൊക്കെ സബ്സ്റ്റുവൻസ് വന്നാൽ അതിന്റെ അസിഡിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പിന്നീടാണ് ഫിനോളിന്റെ റിയാക്ഷൻസ്. അതിനകത്ത് തന്നെ കോമൺ ആയിട്ട് വരുന്ന ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മൾ +2 മുതൽ പഠിക്കുന്ന ബ്രോമിനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ മുതലായ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. നിങ്ങൾ ഓൾറെഡി പഠിച്ച 2 റിയാക്ഷൻ അതിനകത്തില്ല, ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷനും അസൈലേഷനും അതിനകത്ത് വരുന്നില്ല. പിന്നീട് കാർബോക്സിലേഷൻ, നെയിംഡ് റിയാക്ഷനിൽ കോൾബ് ഷ്മിറ്റ് കാർബോക്സിലേഷൻ, റീമർ ടൈമൺ റിയാക്ഷൻ വിത്ത് മെക്കാനിസം, അതിൽ ഡൈക്ലോറോ കാർബീൻ ഉപയോഗിക്കുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ആ മെക്കാനിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. പിന്നീട് നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന ലീബർമാൻസ് നൈട്രോസോ, എങ്ങനെ ഫിനോൾ കിട്ടിയാൽ കൺഫേം ചെയ്യാം എന്നുള്ള റിയാക്ഷനാണത്, നൈട്രോസോ റിയാക്ഷൻ, അത് പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കിയത് ഹൈബൻഹോഴ്സ് റിയാക്ഷൻ ആണ്. ആൽക്കൈൽ നൈട്രൈലും aromatic ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ഇൻ അവർ കേസ് ഇറ്റ് ഇസ് എ ഫിനോൾ, രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് ഒരു അരോമാറ്റിക് കീറ്റോൺ എങ്ങനെ തരാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഫിനോഫ്തലിനും അതിന്റെ കളർ ചേഞ്ചും വിത്ത് pH എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഇനി നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഉള്ളത് ഫ്ലൂറസീൻ ആണ്. ഓക്കെ, ഇതിൽ പഠിപ്പിക്കാനുള്ളത് ഇനി ഫ്ലൂറസീൻ ആണ്. പ്രിപ്പറേഷൻ ഓഫ് ഫിനോഫ്തലിൻ ആൻഡ് ഫ്ലൂറസീൻ ആൻഡ് കളർ ചേഞ്ച് ഓഫ് ഫിനോഫ്തലിൻ. കളർ ചേഞ്ച് ഫിനോഫ്തലിന്റെ മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂറസീൻ പഠിക്കണം. അപ്പൊ അത് നിങ്ങൾ ഒരു അസൈൻമെന്റ് ആയിട്ട് ഈ വെള്ളിയാഴ്ചക്കകത്ത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂറസീൻ. അതിന്റെ പ്രിപ്പറേഷൻ മാത്രം മതി, കളർ ചേഞ്ച് സിലബസിൽ പറയുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി നിങ്ങളുടെ ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റ് ഉപയോഗിച്ച് നന്നായി പഠിച്ച് നോട്ട് എഴുതി പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക, ഓർഗാനിക് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ചാപ്റ്റർ നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു.